നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്ഷേത്രാചാരങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം തുടർന്ന് ശിവഗിരി മഠം വസ്ത്രാചാരങ്ങളിൽ പ്രത്യേകിച്ച് ഷർട്ടിട്ട് ക്ഷേത്രങ്ങളിൽ കയറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കൂടുതൽ ക്ഷേത്രങ്ങളിൽ മാറ്റം ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ വസ്ത്രാചാരവും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണമെന്നാണ് ആവശ്യം. സംവാദം തുടരാനും മാറ്റം കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്താനുമുള്ള ശിവഗിരി മഠത്തിന്റെ നീക്കത്തിന് പിന്തുണയും എതിർപ്പുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മാത്രമാണോ എതിർപ്പിന് കാരണം? ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രം മുഖ്യമന്ത്രി ഇടപെടുന്നു, അഭിപ്രായം പറയുന്നു എന്ന വിമർശനത്തെ തുടർന്ന് സംവാദങ്ങൾ CPM തണുപ്പിച്ചു. ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടുന്നതിനെ NSS വിമർശിച്ചു. അനാചാരങ്ങൾ മാറ്റാൻ ചരിത്ര ഇടപെടൽ നടത്തിയെന്ന ക്രെഡിറ്റിനോ ഇപ്പോഴത്തെ ചർച്ചകൾ? ദേവസ്വം ബോർഡുകളെ കൊണ്ട് നിലപാടെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു, സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ CR നീലകണ്ഠൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം RV ബാബുവിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ന്യൂസ് 18ന്റെ Q18 നൽകിയ അഭിമുഖത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറുവാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വസ്ത്രാചാരങ്ങളിലും മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം, ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല, ഒരു ഒറ്റമുണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ അല്ലോ? ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങൾ ഇതിനൊപ്പം മാറണ്ടേ? തീർച്ചയായിട്ടും. ഞാനൊരിക്കൽ ഒരു സംഘം ആളുകളുമായിട്ടൊരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെതായിട്ട് പറയപ്പെടാവുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീജനങ്ങൾ ചുരിദാർ ധരിച്ചിരുന്നു. അപ്പോൾ ആ ചുരിദാറും കൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് വിലക്കുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അത് വലിയൊരു വിഷമം തോന്നി. ഇപ്പോൾ ആ വിലക്കുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആചാരം ഇപ്പോഴുമുണ്ട്. ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ട് വരുന്നു. അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല, അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കണമല്ലോ, അതും മാറണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല. ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യമാണ് സ്വാമി സച്ചിദാനന്ദ ഊന്നി പറയുന്നത്. അദ്ദേഹം നേരത്തെ ഷർട്ടിട്ട് ക്ഷേത്രങ്ങളിൽ കയറുവാനുള്ള അനുമതി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചയാളാണ്. അതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയും കിട്ടിയിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. NSS ശിവഗിരി മഠത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു, മുഖ്യമന്ത്രിയെയും വിമർശിച്ചിരുന്നു. പക്ഷേ ഈ ചർച്ച ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമായിരുന്നു SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പക്ഷേ ശിവഗിരി മഠം നിലപാട് ആവർത്തിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയായ സ്വാമി സച്ചിദാനന്ദ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വസ്ത്രാചാരത്തിലും മാറ്റം വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ കയറുവാനുള്ള അനുമതി സ്ത്രീകൾക്കും നൽകണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. ശ്രീ RV ബാബു, എന്തായിരിക്കും ഈ സംവാദത്തിന്റെ ഒരു ലക്ഷ്യം? എന്തായാലും ക്ഷേത്രാചാരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം. അതിൻ്റെതായ രീതികളും ചട്ടങ്ങളും ഒക്കെയുണ്ട്. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനെയും നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ. പക്ഷേ ശിവഗിരി മഠം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് സ്വാമി സച്ചിദാനന്ദ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, അതിലെന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ?
അല്ല, ആ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം ഏതെങ്കിലും തരത്തിൽ ദുഷ്ടലക്ഷ്യത്തോടെയാണോ എന്നൊന്നും ആർക്കും പറയാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനാണ്. സംപൂജ്യ നാരായണ ഗുരുസ്വാമികൾ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ സ്ഥാപിച്ച ഒരു മഠത്തിൻ്റെ അധ്യക്ഷൻ ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതൊരിക്കലും തെറ്റൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ്, ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനാണ്. തീർച്ചയായും ഹിന്ദുക്കളെ സംബന്ധിച്ചും ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും സച്ചിദാനന്ദ സ്വാമിക്കുണ്ട്. പ്രശ്നം ഇത് ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറുന്നു, ഷർട്ട് ധരിക്കാതെ കയറുന്നു, അതൊരു അനാചാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ രീതിയിലാണ് പറയുന്നത്. അല്ല, അത് നോക്കൂ, അതൊരു ഒരു ആ പറയുന്ന പോക്കിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അല്ലാതെ ഇപ്പോൾ തീർത്തും സമൂഹത്തിൽ അപരിഷ്കൃതമായി നിലനിൽക്കുന്ന ഒരു അനാചാരം എന്ന നിലയ്ക്ക് അതിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർ ഇവിടെ നിന്ന് പോകുന്ന വേഷത്തിലല്ല. അവിടെ ചെല്ലുമ്പോൾ അവർ വെറുതെ മേൽമുണ്ട് മാത്രം ധരിച്ചിട്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ അത്തരം ഫോട്ടോസ്? അപ്പോൾ അത് ഒരു ചടങ്ങായിട്ട് നടക്കുന്നു. ഇവിടെ നമുക്ക് കുറച്ചുകൂടി അതിനെ പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞു വന്നു. അതായത് വളരെ വലിയ ക്യൂവിൽ ഈ ഷർട്ട് ധരിക്കാതെ നിൽക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത്തരം കാര്യങ്ങൾ, അപ്രായോഗികമായ ചില കാര്യങ്ങളുടെ അതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു അനാചാരം എന്ന നിലയ്ക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റണം, ഒരു പരിഷ്കാരം വേണം, അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഹിന്ദു സംഘടനകൾ നിലപാടെടുക്കേണ്ടത്, അല്ലേ? ഹിന്ദു സംഘടനകൾക്ക് ഹിന്ദു സമാജത്തെ ആണ് ഹിന്ദു സംഘടനകൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഹിന്ദു സമാജത്തിന് ഗുണകരമാകുന്ന അനുഗുണമാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതാണെങ്കിൽ നിലനിൽക്കേണ്ടത്, പഴയതെല്ലാം പഴയതാണ് എന്നുള്ളത് കൊണ്ട് അതെല്ലാം മാറണം എന്ന അഭിപ്രായം ഹിന്ദു സംഘടനകൾക്കില്ല. പഴയതാണ് അതുകൊണ്ട് അതെല്ലാം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായവും ഇല്ല. കാലോചിതമായിട്ട് മാറേണ്ടതാണെങ്കിൽ മാറണം. അത്തരം മാറ്റങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ള പാരമ്പര്യം ഹിന്ദു സംഘടനകൾക്കുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശങ്കരാചാര്യരെ പോലെ ആചാര ലംഘനം നടത്തിയിട്ടുള്ള ഒരാളെ എനിക്ക് കാണാൻ വിഷമമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ശങ്കരാചാര്യരുടെ ഈ യാത്രകൾ, ആ യാത്ര മുഴുവൻ നടത്തിയതിന് ശേഷം അദ്ദേഹം കേരളത്തിന് പുറത്തായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അമ്മ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് ആ ചടങ്ങ് നടത്താൻ അനുവദിച്ചില്ല. കാരണം ശങ്കരാചാര്യരുടെ ഈ പ്രവർത്തനം അത് ബ്രാഹ്മണ സമൂഹത്തിന് പിടിക്കാത്തൊരു പ്രവർത്തനമായിരുന്നു. മാത്രമല്ല ഈ ദേശാന്തര ഗമനം ബ്രാഹ്മണ സമൂഹത്തിന് പറയാത്തതാണ്. അതുകൊണ്ട് അതൊരു ആചാര ലംഘനം നടത്തി ശങ്കരൻ എന്നായിരുന്നു അവരുടെ വിധി. പക്ഷെ ശങ്കരൻ അത് കൂട്ടാക്കാതെ അമ്മയുടെ കർമ്മം സ്വന്തം നിലയ്ക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്തരം ആചാര ലംഘനങ്ങൾ നടത്താൻ കൽപ്പുള്ള ധർമ്മമാണ് സനാതന ധർമ്മം. അതിന് സന്യാസിമാരും, പിന്നീട് നമുക്ക് വിവേകാനന്ദനെ കാണാം, ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പൂജ ചെയ്തത് സ്വന്തം പത്നിയോടൊപ്പമാണ്. ശാരദാദേവിയോടൊപ്പം ശാരദാദേവിയെ തന്നെ പൂജിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ കാണുന്നു. അപ്പോൾ അത്തരം പരിഷ്കരണങ്ങൾ അത് വളരെ തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു ധർമ്മമാണ് ഹൈന്ദവ ധർമ്മം. അപ്പോൾ അതുകൊണ്ട് അത്തരം പരിഷ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും ശ്രീനാരായണ ഗുരുദേവൻ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസികൾ വളരെ വലിയ തോതിൽ വൈകാരികമായിട്ട് ചില വിഷയങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആ ദൃഷ്ടിയിൽ വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു ക്ഷേത്രത്തിലെ മാറ്റം അതാത് ക്ഷേത്രങ്ങളിൽ വരുത്തേണ്ടത് മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയുക, ആ ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ ഇവിടെ മഞ്ജുഷ് പറഞ്ഞു അല്ലെങ്കിൽ സ്വാമി പറയുണ്ടായി, കേരളത്തിന് പുറത്തേക്കുള്ള ക്ഷേത്രങ്ങളിൽ നേരിട്ട് പൂജ നടത്താം, വിഗ്രഹത്തെ സ്പർശിക്കാം, ഷർട്ട് ധരിക്കാം. ആ ഒരു കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്കുള്ള ക്ഷേത്രങ്ങളല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ.
കേരളത്തിലെ ക്ഷേത്രങ്ങൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഒരു താന്ത്രിക വിധിയുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക്. അതുകൊണ്ട് അവിടെ ശ്രീകോവിലിൽ കടക്കുന്നതിന് പരിമിതിയുണ്ട്, നാലമ്പലത്തിന് കടക്കുന്നതിന് പരിമിതിയുണ്ട്, ഷർട്ട് ധരിച്ച് കിടക്കുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെയുള്ള കുറേ ചിട്ടവട്ടങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ അത് മാറ്റുമ്പോൾ പാലിക്കേണ്ട ചില പഥ്യങ്ങളുണ്ട്. അതിന് അഭിപ്രായം പറയേണ്ടവരുണ്ട്. അത്തരം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി അതിനെക്കുറിച്ച് കൂട്ടായി ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. ഞാനിവിടെ പല ചർച്ചകളിലും പറഞ്ഞു, ഗുരുവായൂർ ചുരിദാർ ധരിച്ച് കയറാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനു മുൻപ് അനുവദിച്ചിരുന്നില്ല. ഗുരുവായൂർ എങ്ങനെ അനുവദിച്ചു? അവിടെ ആചാര്യന്മാർ ഒരുമിച്ചിരുന്നു, ദൈവജ്ഞന്മാരുടെ ദൈവഹിതം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുരിദാർ ധരിച്ച് കയറാം എന്നുള്ളത് തീരുമാനിച്ചു. ഇവിടെ ഒരു കാര്യം മഞ്ജുഷെ വളരെ വ്യക്തമായിട്ട് ഈ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധിയും ഇതിനകത്തില്ല, അല്ലേ? ദേവസ്വം ബോർഡിന്റെ ആരും ഇതിനകത്തില്ല. കേരളത്തിലെ ഏകദേശം 3000, 3300, ഏകദേശം 5000-ലേറെ ക്ഷേത്രങ്ങൾ, അത് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളടക്കം ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു ശിവഗിരിയിൽ സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണച്ചുകൊണ്ട്. എന്തേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറുണ്ടോ? ചർച്ചയില്ല എന്ന് പറഞ്ഞില്ല, ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവരുടെ അപ്പൊ ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ, ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലേ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്? ഇവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശ്നം പോലും ആരാ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കുന്നത്? ജുഡീഷ്യറിയുടെ കീഴിലല്ലേ? ആരാ അവരെന്താ മുൻകൈ എടുക്കാത്തത്? മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു, അതാണ് ഇതിനകത്തുള്ള തെറ്റ് എന്നുള്ളതാണോ? മുഖ്യമന്ത്രി അഭിപ്രായം പറയുമ്പോഴും മുഖ്യമന്ത്രി എല്ലാത്തിലും അഭിപ്രായം പറയണമെന്നേ. സെലക്റ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞാൽ പോരാ. മുഖ്യമന്ത്രിക്ക് അവസരം കിട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രി അത്തരം ചില കാര്യങ്ങളെയോട് കണ്ണടയ്ക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. ഇവിടെ ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ അത്രയും കൺസേൺ ആയിട്ടുള്ള മുഖ്യമന്ത്രി മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി? ഹിന്ദു സമുദായത്തിൽ ഒരു ആവശ്യം, ഒരു സ്വാമി അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. അങ്ങനെ കണക്കാക്കാൻ പാടില്ലേ ഇതിനെ ശ്രീ ആർ വി ബാബു? മഞ്ജുഷേ, ഒരു പൊതുവേദിയിൽ വന്ന 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇറക്കി വിട്ട സമയത്ത് മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ വന്നില്ലല്ലോ. പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നോ? ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പൊതുവേദിയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ അപമാനിച്ച് ഇറക്കിവിട്ട ഒരു മതനേതാവും ഒരു മതസംഘടനയും ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ഇല്ലേ? മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലേ? ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട മുസ്ലിം പള്ളികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ? പൊതുയിടങ്ങളിൽ ശരീരം മുഴുവൻ മറച്ചു കെട്ടി വരുന്ന, സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ? അപ്പോൾ ഇത് സെലക്റ്റീവ് ആവുമ്പോഴാണ് പലപ്പോഴും ഇതിനോടുള്ള എതിർപ്പും വളർന്നു വരുന്നത്. സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴുള്ള എതിർപ്പ് മാത്രമാണ് ഹിന്ദു ഐക്യവേദി ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. ബാക്കി കാലോചിതമായിട്ട് മാറ്റങ്ങൾ വരുത്തണം, അത് ഹിന്ദു സമുദായത്തിൽ നിന്ന് തന്നെ അങ്ങനെ ആവശ്യം ഉയരുമ്പോൾ അതിന്റെ ചിട്ടയോടുകൂടി മാറ്റം വരുത്തണം എന്ന കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് തർക്കമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ അഭിപ്രായം പറയുകയും അത് സെലക്റ്റീവ് ആയതും മാത്രമാണ്, ഒരു സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രം, ഹിന്ദു സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞതിലുള്ള അപാകതയാണ് ഇവിടെ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് കാണിക്കുന്നത്. ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചത്. ശ്രീ സി ആർ നീലകണ്ഠൻ. അല്ല, ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? മുഖ്യമന്ത്രി പറയുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ചർച്ചകളിലേക്ക് ഉണ്ടാവും. നേരെ മറിച്ച് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല. കാരണം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞൊരു അഭിപ്രായത്തിന് പിന്തുണയ്ക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രി വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുകയാണ് വേണ്ടത്, അതാണ് ശരി. കാരണം എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആചാരങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഈ ആചാരങ്ങൾ പലതും ഉണ്ടാക്കിയത് ഷർട്ട് മനുഷ്യൻ ഇടാത്ത ഒരു കാലത്തുള്ള ആചാരങ്ങൾ, അതാണ് ഞാൻ കണക്കാക്കുന്നത്. ഷർട്ട് അന്ന് ഉപയോഗിച്ചിരുന്നില്ല. ഞാൻ ഈ അമ്പലത്തിലെ കാര്യമാണ് നിൽക്കട്ടെ, വളരെ രസകരമായൊരു സമാന ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കഥകളി കാണുന്ന ആളാണ്. കഥകളിയിൽ വേഷക്കാരുടെ വേഷത്തിൽ വരും, വേഷമില്ലാത്ത എല്ലാവരും, കൊട്ടുകാരും പാട്ടുകാരും ഒന്നും ഷർട്ട് ഇടാറില്ല കഥകളി നടക്കുമ്പോൾ. അതൊരു ചടങ്ങാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഷർട്ട് ഇട്ട് നിന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല, ആരും അങ്ങനെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല.
കാരണം അവിടെ ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല, ഒരു ശീലമാണ്. ഇവിടെ പ്രശ്നം എന്താ? മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആർവി ബാബുവിന് കുഴപ്പമെങ്കിൽ മുഖ്യമന്ത്രി വേറെ പലതും പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു മറ്റേ പ്രവാചകന്റെ മുടിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, അത് വേറെ വിവാദമായിട്ടുണ്ട്. അതിലെ ജാതിയുടെയോ ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നാളെ ഇസ്ലാം മതത്തിൽ ഒരു പുരോഹിതനോ അതുപോലെ ഒരാളോ പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനെ മുഖ്യമന്ത്രിയുടെ നിലപാട് പറയും. ഒരു കാലത്ത് ശരീഅത്ത് കേരളത്തിൽ വലിയ വിവാദമായപ്പോൾ ശരീഅത്തിന് EMSന്റെ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. EMS ശരീഅത്ത് അല്ല ഭരണഘടനയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ തർക്കത്തിലേക്കല്ല പോകുന്നത്. അന്ന് അതിനെതിരെ ഉണ്ടായ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് പിണറായി വിജയനോ EMSോ അവരുടെയൊക്കെ പ്രശ്നം എന്താ പറയുക, ഏത് രാഷ്ട്രീയ നേതാവിന്റെയും പ്രശ്നം ഇത് സമൂഹത്തിൽ വോട്ടിംഗ് പാറ്റേണിൽ എന്ത് മാറ്റം വരുത്തും എന്ന ടെൻഷനാണ്. ആ ടെൻഷൻ ഒരുപക്ഷെ ആർവി ബാബുവിന് അത് ഉണ്ടാവില്ല, എനിക്കതില്ല, രാഹുൽ ഈശ്വരനോ അത് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് അത് ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അതാത് സമയത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് അക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടി വരും. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതും. അദ്ദേഹം അത് തന്നെയാണ് ആർവിബാബു പറഞ്ഞത്, എല്ലാ സമുദായത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുകയില്ലല്ലോ എന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പിക്കേണ്ടതും. അതുമുണ്ടല്ലോ, ദേവസ്വം ബോർഡുകളാണ് ഇതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് വരേണ്ടത്. ദേവപ്രശ്നമൊക്കെ നടത്തുമെന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡോ കൂടൽമാണിക്യം ദേവസ്വം ബോർഡോ ഒക്കെയാണ് ഒരു നിലപാട്, ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിന് ഈ ചർച്ചകൾ ഉതകുമോ? ഈ ചർച്ചകൾ അതിലേക്ക് പോകുമോ? ഈ ചർച്ചകൾ അതിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടുമല്ല. ഇപ്പൊ ചുരിദാറിട്ട് സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഗുരുവായൂരിൽ കയറിക്കോളാൻ പറ്റും. ഇപ്പൊ നാളെ പത്മനാഭ സമക്ഷേത്രത്തിലും ചുരിദാറിട്ട് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെയുള്ള സ്ത്രീകളിൽ 70% ഇപ്പൊ ചുരിദാറിട്ടവരാണ്. സ്ത്രീകൾ വെച്ച് വളരെ വയസ്സായവരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഏതാണ്ട് ചുരിദാറിലേക്ക് മാറിയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ സാരി ഉടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം ആളുകൾക്ക് അത് സൗകര്യമാണ്, അവരുടെ യാത്രാ സൗകര്യം, മറ്റു പലതും ഉണ്ട്. അപ്പൊ ചുരിദാർ ഇട്ടത് കൊണ്ട് എന്തെങ്കിലും സാരി ഉടുക്കുന്നതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ പാന്റ് ഇട്ടത് കൊണ്ട് എന്താണ് പ്രശ്നം? നാട്ടിൽ ആണുങ്ങൾ നോക്കൂ, പാന്റ് ഇട്ടവരല്ലേ ആണുങ്ങളിൽ കൂടുതലുള്ളത്. രാഷ്ട്രീയ നേതാക്കൾ അതിൽ പോലും പലരും ഇപ്പൊ പാന്റ് ഇട്ട് തുടങ്ങി, പഴയതുപോലെയല്ല. ഇപ്പൊ പാന്റ് ഇട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളാണ് അത് ആദ്യം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ചെയ്തത്. ഇപ്പൊ പ്രതിഭ എന്ന് പറയുന്ന MLA ചുരിദാർ ഇട്ട് വന്നു, എന്താണ് വേറൊരു വേഷം ഇട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ആക്രമണം അവർക്കെതിരെ ഉണ്ടായി. ഇപ്പൊ അതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് ചുരിദാർ ഇട്ട് വരിക എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണ്, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി, വർഗീയ വിഷയമാക്കി മാറ്റി. അതിന് ഇപ്പൊ നേരത്തെ ആർവി ബാബു പറഞ്ഞൊരു ആംഗിൾ അതാണ്. മറ്റു മതങ്ങൾക്ക് അതില്ലല്ലോ. മറ്റു മതങ്ങളുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട തൽക്കാലം. നിങ്ങളൊരു മതത്തിന്റെ മൊത്തം കോൺട്രാക്ട് എടുത്തേക്കല്ലേ, ആ മതത്തിൽ എന്ത് മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് പറയൂ. മുഖ്യമന്ത്രി ഒരു സ്വാമി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അഭിപ്രായത്തോട് ചോദിച്ചു. നാളെ ഒരു മൗലവി പറയാണ് സ്ത്രീകളെ പള്ളികളിൽ കയറ്റണം. സ്ത്രീകളെ കയറ്റുന്ന പള്ളികൾ കേരളത്തിൽ ഉണ്ട് കേട്ടോ, മുസ്ലിം പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചില വിഭാഗങ്ങളുടെ മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി പള്ളികളുണ്ട്, സ്ത്രീകൾക്ക് പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്ന പള്ളികളുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും അങ്ങനെ വന്നാൽ ആ അത്തരത്തിൽ വരും. അതുപോലെ ക്രിസ്ത്യൻ ആചാരങ്ങൾ എന്തെല്ലാം മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി. അവര് അതിനൊന്നും പിന്നാലെ അവര് പോയിട്ടില്ല. അപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിനെ ഹിന്ദു ആചാരം മാറ്റുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം എന്ന രൂപത്തിലേക്ക് ഇതിനെ ചുരുക്കുകയല്ല വേണ്ടത്. ഹിന്ദു സംഘടനകൾ ചെയ്യേണ്ടത് ഇതൊരവസരമാണ്. ഇപ്പൊ ആർവി ബാബു പറഞ്ഞതുപോലെ ഷർട്ടിട്ട് പോയാൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെങ്കിൽ അത് ഷർട്ടിട്ട് പോകുന്നതിന് എന്താ കുഴപ്പം? ആർവി ബാബു, അപ്പോൾ ഇത് മാറ്റണം എന്നുള്ള കാര്യത്തിൽ, ഈ ഒരു ആചാരം മാറ്റണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കും വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ല. പക്ഷേ അതിൽ കൂടിയാലോചനകൾ വേണം, അതുപോലെ തന്നെ ദേവഹിതം അറിയണം, ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിൽ എന്തിനാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്? അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ച്. അതാണ് പറഞ്ഞത്, ഹിന്ദു സംഘടനകൾ നോക്കേണ്ടത് ഈ ഹിന്ദു ആചാരം ഇതിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചല്ലേ. മറ്റ് സമുദായത്തിൻ്റെ ആചാരങ്ങളിൽ എന്തിനാണ് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് എന്നാണല്ലോ. അതിൽ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ഒരു ഉദാഹരണം വരെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നേരത്തെ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും അല്ലല്ലോ പോയിന്റ്. അതെ, മുസ്ലിങ്ങൾ. ശരി, ശ്രീ ആർവി ബാബുവിന്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ആർവി ബാബുവിനുള്ള മറുപടി ഇവിടെ CR നീലകണ്ഠൻ പറയുകയായിരുന്നു. മഞ്ജുഷേ, ഹിന്ദു സംഘടനകൾ ഹിന്ദുക്കളുടെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കളുടെ ഉള്ളിൽ നടക്കേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഒക്കെ വിവാദമാകുന്നതിന് മുൻപ് തന്നെ ഈ തൃശ്ശൂർ ചേർന്ന സന്യാസി സഭ, മാർഗദർശ മണ്ഡലിൻ്റെ സന്യാസി സഭ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു, ആ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹിന്ദു സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഉള്ളിൽ ചർച്ചകൾ നടത്താനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ വേറെ നടക്കും.
ഇവിടെ പ്രശ്നം മുഖ്യമന്ത്രി ഇപ്പോൾ 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ പാർട്ടിയും ഇപ്പൊ ശരീഅത്തിനെ കുറിച്ച് എന്താ പറയുന്നേ? നമ്പൂതിരിപ്പാട് ശരീഅത്തിനെതിരായിട്ട് നിലപാടെടുത്ത അതേ പാർട്ടി സുപ്രീം കോടതിയിൽ പോയി കൊടുത്ത അഫിഡാവിറ്റ് എന്താണ്? ശരീഅത്താണ് ശരിയെന്നായിരുന്നു. എന്താണ് ആ മാറ്റം? നേരത്തെ പറഞ്ഞ വോട്ടിന്റെ പാറ്റേൺ, ആ പാറ്റേൺ അതാണ് സെലക്റ്റീവ് എന്ന് പറയുന്നത് സാർ. സെലക്റ്റീവായിട്ട് നിങ്ങൾ ഗണപതി മിത്താണെന്ന് പറയും, അള്ളാഹു മിത്തല്ലെന്ന് പറയും. സെലക്റ്റീവാണ് സാർ. ഈ കാപട്യാണ് ഞാൻ തുറന്നു കാണിച്ചത്. അപ്പൊ സിആർ നീലകണ്ഠൻ ഇത് രാഷ്ട്രീയമാണെന്ന്. അവിടെ ഈ രാഷ്ട്രീയമാണ് ഹിന്ദുക്കളുടെ ആചാര കാര്യങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയം. ഹിന്ദുക്കളുടെ ആചാരകാര്യങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയത്തിന് ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇതര മതങ്ങളുടെ കാര്യത്തിൽ വിലപ്പോവാത്തതെന്നാണ് എന്റെ ചോദ്യം. ശരി, അതിൽ രാഹുൽ ഈശ്വർ അഭിപ്രായം നടത്തുവാനായിട്ട് ധൃതിയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് താങ്കളെ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട് ഒരു വെമ്പൽ ഉണ്ടാക്കുന്നത്? ഇവിടെ മഞ്ജുഷി, ഇത് AD 2025 AD 3025 ആയാലും ശബരിമല യുവതികളെ കേറില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. ഇവിടെ ചോദിച്ചില്ലല്ലോ, ശബരിമലയിലേക്ക് വന്നില്ല. അതിൽ ആദ്യം തന്നെ അതാണോ താങ്കൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്? എനിക്കറിയാലോ, ഞാൻ പറഞ്ഞു വന്ന കാര്യം. 4-1 സുപ്രീം കോടതി വെർഡിക്റ്റും 10,000 പോലീസുകാരും ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും എതിര് നിന്നിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 4-1 സുപ്രീം കോടതി വിധി ഞങ്ങൾ വിശ്വാസികൾ പോരാടി അതിജീവിച്ചതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ പുറത്തു വന്ന് ഇതെല്ലാം മാറുന്നതാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. 2, സ്വാമികൾ അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ടാണോ താങ്കൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ? ഒരിക്കലുമല്ല. സ്വാമിജി നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം സ്വാമിജി ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് കേൾക്കുക മാത്രമാണ്. നമ്മളതിനൊരു എതിരഭിപ്രായം പോലും പറയില്ല. അതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നു വിനീതമായി. പക്ഷേ നമ്മുടെ ആചാരങ്ങളോ നമ്മുടെ അനുഷ്ഠാനങ്ങളോ അതിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് കാലാതീതവും സനാതനവുമാണ്. അതിന്റെ പെരിഫറിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റുകയും ചെയ്യാം. അവിടെയാണ് പെരിഫറി ഏതാണ് അകക്കാമ്പ് ഏതാണ് എന്നുള്ള ഡിബേറ്റ് ഡെഫിനറ്റ്ലി വരും. 2, മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയാലും ഇല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസി എനിക്കൊന്നുമില്ല, മുസ്ലിങ്ങൾ പറഞ്ഞു ധരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അത് അവരുടെ കാര്യമാണ്. അത് നോക്കാൻ എനിക്ക് അർഹതയില്ല, നോക്കാൻ എനിക്ക് അധികാരമില്ല, നോക്കാൻ എനിക്ക് യാതൊരു റൈറ്റും ഇല്ല. അത് അവരുടെ കാര്യമല്ലേ? നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് മുസ്ലിം സമൂഹവും മുസ്ലിം സ്ത്രീകളും മുസ്ലിം സമുദായം കൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിലെ പ്രശ്നം എന്താ? ഇവിടെ യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിനുള്ളിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ അപ്പൊ സച്ചിദാനന്ദ സ്വാമിക്ക് തീർച്ചയായിട്ടും പറയാം. ശ്രീ നീലാണ്ടൻ സാർ പറഞ്ഞ പോലെ, നേരത്തെ ശ്രീ RV ബാബു സാർ പറഞ്ഞ പോലെ, ചിദാനന്ദപുരി ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്വാമിജിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം ഹിന്ദു സമൂഹത്തിൽ ഒരു ഹോമോജിനിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാവരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാട് പറ്റില്ല. ഇപ്പൊ ഉദാഹരണം NSSന്റെ സുകുമാരൻ നായർ സാർ വേറൊരു നിലപാടെടുത്തു. ശബരിമലയെ ഷർട്ടിട്ട് കയറാം, ഗുരുവായി ഷർട്ടിട്ട് കയറാൻ പറ്റില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ഇടയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. ഞങ്ങളെല്ലാം എതിർത്ത് തോപ്പിച്ചു. അതിന് ചുരിദാറിട്ട സ്ത്രീകളാണ് ഞങ്ങളോടൊപ്പം വന്നത്. അത് ചുരിദാർ എന്നോടുള്ള എതിർപ്പ് കാരണമല്ല, ഞാനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരി എന്ന് സൂചിപ്പിക്കാനാണ് അവിടുത്തെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ സാധനമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിനെ എതിർത്ത് തോപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഹിന്ദു സമൂഹത്തിന് ഗുരുവായൂരിൽ കൊണ്ടുവന്നുവല്ലോ. അപ്പൊ അതും ശ്രീപത്മനാഭസ്വാമി എല്ലാവരും സമവായത്തോടെ തീരുമാനിച്ച ആർക്കും എതിർപ്പൊന്നുമില്ല. ഈ ഷർട്ട് ഇടുന്നതോ ഇടാത്തതോ അല്ലെങ്കിൽ പുതയ്ക്കുന്നതോ പുതയ്ക്കാത്തതോ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് പോലല്ല, അല്ലെങ്കിൽ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം പോലൊരു സങ്കല്പമല്ല. ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമേ അല്ല. യഥാർത്ഥത്തിൽ ശബരിമലയിലെ യുവതി പ്രവേശനം പോലും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനൊരു കളം ഉണ്ടാക്കാനാണ്. പോണ വഴിക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനൊരു കളം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊരു ആഴമേറിയ ഡിബേറ്റാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമികൾ വളരെ ആദരണീയനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, ആദരവാണ്. അപ്പൊ അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞു, നമ്മളത് ചർച്ച ചെയ്യണം. പക്ഷേ NSSലെ സുകുമാരൻ നായർ സാർ മറ്റൊരു നിലപാട് പറഞ്ഞു. വെള്ളാപ്പള്ളി സാർ ഇത് രണ്ടുമില്ലാത്ത ഒരു മധ്യവർത്തി നിലപാട് പറയുകയും എന്നോട് ചോദിക്കേണ്ട, എനിക്കിതിൽ അറിവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡൈവേഴ്സിറ്റി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഷർട്ടിട്ട് കയറാം എന്ന് തന്നെയാണല്ലോ. അല്ല, എന്താ പ്രശ്നം എന്നറിയാമോ? ഓരോ അമ്പലത്തിലും ഓരോ രീതിയല്ലേ. ഇപ്പൊ ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ ഇപ്പൊ ചില സോഷ്യൽ മീഡിയയിലെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, സച്ചിദാനന്ദ സ്വാമി എന്തുകൊണ്ടാണ് ഷർട്ടും ജീൻസും ഇടാത്തതെന്ന്. അങ്ങനെ ഒന്നും ചോദിക്കാൻ പോലും പാടില്ല. കാര്യം നമ്മുടെ ഗുരുതുല്യനാണ്. പക്ഷേ നമ്മൾ ഗാന്ധിജിയെ നോക്കുമ്പോഴും ശ്രീനാരായണ ഗുരുദേവനെ നോക്കുമ്പോഴും നമ്മുടെ ആചാര്യന്മാരെ നോക്കുമ്പോഴും അവരും ഷർട്ടും കോട്ടും എന്നെയും മഞ്ജുഷിനെയും പോലും ഇട്ടൊന്നുമല്ലല്ലോ വരുന്നത്. ഗാന്ധിജി യഥാർത്ഥത്തിൽ കോട്ട് ഊരുന്നതിന് പോലും ഒരു സാംസ്കാരിക പരിസരമുണ്ട്. അംബേദ്കർ കോട്ട് ഇടുന്നത് ഈ ഉയരാനും ഗാന്ധിജി കോട്ട് ഊരുന്നത് എല്ലാവരിലേക്കും ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ചർച്ചകൾ ഉണ്ടാകട്ടെ
ആകട്ടെ എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് തന്നെയല്ലേ ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷൻ ചെയ്തത്. നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. പല ആളുകളായിട്ട് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതാണ് ഈ ചർച്ചകൾ. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ചില ക്ഷേത്രങ്ങളിലെങ്കിലും മാറ്റം വന്നത്. ഇപ്പോൾ ഈ അഭിപ്രായ പ്രകടനത്തിന്റെയും ഉദ്ദേശ്യം അത് തന്നെയാണല്ലോ. അല്ല ഒരു വരി ഈ ഹെൽത്തി സംവാദങ്ങളിലൂടെയാണ് സനാതന ധർമ്മം നിലനിൽക്കുന്നത്. ഇപ്പൊ ശബരിമല യുവതി പ്രവേശനം വന്നപ്പോൾ പോലും ലോകഗുരുവാണ്, ലോകാരാധ്യനാണ് ശ്രീ രവിശങ്കർജി. അദ്ദേഹത്തിന് ആദ്യത്തെ നിലപാട് ശബരിമല യുവതികളെ കയറ്റണമെന്നായിരുന്നു. ആർ.വി. ബാബു ചേട്ടന്റെ അല്ലെങ്കിൽ ശ്രീ ആർ.വി. ബാബുവിന്റെ നിലപാട് ശബരിമല യുവതികൾ കയറണമെന്നായിരുന്നു. ടി.ജി. മോഹൻദാസിയുടെ നിലപാടായിരുന്നു. എന്നാൽ പരമേശ്വർജിക്ക് ആദ്യകാലത്ത് വേറൊരു നിലപാടുണ്ടായിരുന്നു. ശ്രീ രംഗഹരി അതിനെക്കുറിച്ച് വേണമെന്ന് പുസ്തകം എഴുതി. NSS എതിർ നിലപാടെടുത്തു. മാതാ അമൃതാനന്ദമയി ദേവി വേണ്ടെന്ന് നിലപാടെടുത്തു. അപ്പൊ ഹിന്ദു സമൂഹത്തിന്റെ ഹെൽത്തി ഡൈവേഴ്സിറ്റി, ആരോഗ്യകരമായ ഡൈവേഴ്സിറ്റി ഇത് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. ഇത് ആശയപരമായ ഒരു തർക്കം മാത്രമാണ്, അല്ലെങ്കിൽ ആശയപരമായ സംവാദമാണ്. കാരണം ശങ്കരാചാര്യരടക്കം ഈ സംവാദങ്ങളിലൂടെയാണ് നമ്മളെ നവീകരിക്കുന്നത്. അപ്പൊ ഈ ഹെൽത്തി ഡിബേറ്റ് നല്ലതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധം ഉണ്ടാകും. അതായത് ഇടപെട്ട് നാളെ ഇങ്ങനെ യാതൊരു രീതിയിലും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഷർട്ട് ഊരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനം എടുക്കായിരുന്നു ആദ്യം. അതുകൊണ്ടാണ് കഴിയുന്നത്ര രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടരുത്. ഞങ്ങൾ ഹിന്ദു സമൂഹത്തോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമോ വിശ്വാസികളുടെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിച്ച് ഞങ്ങൾ പുതിയ സമവായങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. കഴിയുന്നത്ര രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടരുത്. അത് ദൂരവ്യാപകമായ തെറ്റിദ്ധാരണകളും പരസ്പര വിരോധവും, നീ പള്ളിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, അവൻ ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും തർക്കവും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരിൽ ഇടപെടാതെ വിശ്വാസികൾക്കും ആചാര്യന്മാർക്കും ഒക്കെ കൊടുക്കണം. ഒരു കാര്യം കൂടി ഇപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ ഈ കാര്യം അത് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെ? അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണല്ലോ നേരത്തെ തന്നെ എതിർത്ത് തോൽപ്പിച്ചതാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അല്ലല്ല, അങ്ങനെയല്ല. എന്താ അറിയാമോ, സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം വലിയൊരു ആത്മീയ അദ്വൈതിയാണ്. ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരാണ്. അദ്ദേഹത്തിന്റെ അദ്വൈത തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ലെവലിന്റെ ഹൈറ്റ്സ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുറെ കൂടെ സാധാരണക്കാരും പറഞ്ഞ കാര്യം തന്നെ നേരത്തെ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അത് നിങ്ങളെ പോലുള്ളവർ എതിർത്ത് തോൽപ്പിച്ചു. അങ്ങനെയല്ല, അതിന്റെ മഞ്ജുഷ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമി ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രണമിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കൂ. പക്ഷേ തിരുവനന്തപുരത്തെ പത്മനാഭസാക്ഷത്തിലെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ വേറെ ആരോടും ചോദിക്കാതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് സംസാരിക്കാതെ, തന്ത്രിയോട് സംസാരിക്കാതെ പുള്ളിയുടെ സ്വേച്ഛയായി അടിച്ചേൽപ്പിച്ച് കുറെ സ്ത്രീകളെ ഈ ചൂരിദാറിട്ട് വന്ന് നിങ്ങൾ അകത്ത് കയറുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയടക്കം ചൂരിദാർ ഇട്ടുകൊണ്ട് പോയാണ് അതിനെ എതിർത്തത്. ചൂരിദാറിനോടല്ല വിരോധം. ഇത്തരം സ്പേസുകളെ ഉപയോഗിച്ച് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാൻ നോക്കുന്നു. ഇത്തരം സ്പേസുകളെ ഉപയോഗിച്ച് സ്വന്തം അധികാരം ആ എക്സിക്യൂട്ടീവ് ഓഫീസർ നടപ്പാക്കാൻ നോക്കുന്നു. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമിയുടെ അദ്വൈത തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരം പ്രായോഗികമായ കാര്യങ്ങൾ പക്ഷേ അദ്ദേഹത്തിന്റെ ലെവലിലേക്ക് എത്തുന്നില്ല. ഞങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരാണ്. അപ്പം ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് ഇതിന് പിന്നിലുള്ള രഹസ്യ അജണ്ടയും ബാക്കിയുള്ള അജണ്ടകളും കാര്യങ്ങളും അറിയാം. അപ്പം അദ്ദേഹത്തിന്റെ തലം അദ്വൈത തലമാണ്, ഞങ്ങളൊക്കെ കുറെ കൂടെ താഴെ തലമാണ്. നമ്മുടെ തെറ്റായിരിക്കും. പക്ഷേ ഈ ഞങ്ങളുടെ വ്യാവഹാരിക തലമെന്ന് ശങ്കരാചാര്യർ പറയും. ഈ വ്യാവഹാരിക തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവും. ഹിന്ദു സമൂഹത്തെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്ന ആരാണ്, നമ്മുടെ ഇടയിൽ അടി ഉണ്ടാക്കാൻ നോക്കുന്നത് ആരാണ്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമികളുടെ തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറയാം, നമ്മളെല്ലാം അതിനെ ആദരവോടെ കേൾക്കും. പക്ഷേ താഴെ തലത്തിൽ നിൽക്കുമ്പോൾ പ്രായോഗിക ഇങ്ങനെ കുറെ ന്യൂആൻസസ് സച്ചിദാനന്ദ അദ്ദേഹത്തിന്റെ ആത്മീയ തലത്തിൽ പറയട്ടെ, പക്ഷേ പ്രായോഗിക തലത്തിൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ആദരവോടുകൂടി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദയവായി, എനിക്കറിയാം എന്റെ സമയം കൂടുതൽ എടുക്കുന്നു, പക്ഷേ ക്ഷമിക്കണം, അങ്ങനെ പറയുക പോലും ചെയ്യില്ല. കഴിഞ്ഞ ഓണത്തിന് കൂടെ ഞാൻ ശിവഗിരിയിലായിരുന്നു. അദ്ദേഹത്തോടൊപ്പമായിരുന്നു ഓണം. നമ്മുടെ സാദിഖ് അലി തങ്ങൾ ഉണ്ടായിരുന്നു, ക്ലിമിസ് ബാവ ഉണ്ടായിരുന്നു. അപ്പൊ നാളെ അദ്ദേഹത്തെ കാണുമ്പോൾ കാല് തൊട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഇരിക്കാറ് പോലുമില്ല. പക്ഷേ ഇത് ഹിന്ദു സമൂഹത്തിന്റെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇതൊരു ഹെൽത്തി ഡിബേറ്റ് ആണ്. അവിടെയാണ് NSS ഒരു നിലപാട് പറഞ്ഞു, ശിവഗിരി ഒരു നിലപാട് പറഞ്ഞു. ഹിന്ദു സമൂഹത്തിന്റെ രണ്ട് കൈകളാണ് നായർ ഈഴ സമൂഹങ്ങൾ, അല്ലെങ്കിൽ രണ്ട് കണ്ണുകളാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു ഹെൽത്തി സംവാദം ഉണ്ടാകുന്നത് നല്ലതാണ്. ആ ആരോഗ്യപരമായ സംവാദമാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത്, പരസ്പരം അടികൂടലല്ല. ശരി, ശ്രീ അഡ്വക്കേറ്റ്, അല്ല അങ്ങനെയാണെങ്കിൽ ഏതിനെ താങ്കൾ അംഗീകരിക്കും? ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് ഇപ്പൊ ചുരിദാറിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ഒരു നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനോ സമവായമെന്നാണ് പറഞ്ഞത്. CPM-ലെ പ്രശാന്ത്ജി പോലും സമവായമെന്നാണ് പറഞ്ഞത്. എല്ലാരെയും വിളിച്ച് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സമീപനം നല്ലതാണ്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടുള്ള ഒരു വിഷമം ഇക്കാര്യത്തിൽ ഉണ്ട്. അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹം സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള എതിർപ്പ് NSSന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഇവിടെ സംസാരിച്ച R.V. ബാബു, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതല്ലാതെ ഒരു ആരോഗ്യപരമായ സംവാദം ഉണ്ടാകുന്നതിനെ ഇവരാരും എതിർക്കുന്നുമില്ല.
മുഖ്യമന്ത്രി പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് CPM-ന്റെ ഒരു നേതാവാണ് വയനാട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞത്. ബിഷപ്പിന്റെ പ്രസ്താവനയോട് അദ്ദേഹം നികൃഷ്ടജീവി എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇവര് പറയുന്ന പോലെ അദ്ദേഹം ഹിന്ദുക്കളുടെ മാത്രം കാര്യങ്ങളിലല്ല ഇടപെട്ടിട്ടുള്ളത്. പലപ്പോഴും അതിൽ പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണ്ടറിഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചത്. പണ്ട് പറഞ്ഞതിനെ അല്ല. പണ്ട് പറഞ്ഞിരിക്കാം, പക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോൾ, വോട്ട് ബാങ്ക് പൊളിറ്റിക്സും മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള നിലപാട് ഇപ്പോൾ മുഖ്യമന്ത്രി തുടർച്ചയായി എടുക്കുന്നുവെന്നാണ് ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടെ ആദ്യ മനുഷ്യന് ഇവിടെ CR നീലേട്ടൻ ചന്ദ്രനൊക്കെ പറഞ്ഞ പോലെ അവന് ജാതിയും മതവും വസ്ത്രവും ഇല്ലായിരുന്നു, വിവസ്ത്രനായിരുന്നു. പിന്നീട് വന്നവൻ മരവുരി ധരിച്ചു. അങ്ങനെ മാറി മാറി വന്ന അത് ഈ ദൈവങ്ങളൊന്നുമില്ല. മനുഷ്യൻ വന്ന് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാണ് മതവും ദൈവവും ആചാരങ്ങളെല്ലാം ഉണ്ടായത്. ഹിന്ദുമതം ഉണ്ടായിട്ട് നമുക്കറിയാം, ഭൂമിയുടെ ആയുസ്സുമായിട്ട് നോക്കിയാൽ ഒരു ശലഭത്തിന്റെ ആയുസ് പോലും ഇല്ല ഹിന്ദുമതത്തിന്. ദൈവങ്ങളും എല്ലാം അതിനുശേഷം ഉണ്ടായ സൃഷ്ടികൾ മാത്രമാണ്. പിന്നെ ഹിന്ദു സമൂഹം, അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ബ്രാഹ്മണര്, നായര്, ഈഴവര്, പട്ടികജാതിക്കാര്, പിന്നോക്ക വിഭാഗങ്ങള്, ഇങ്ങനെയുള്ള സമൂഹങ്ങൾ മാത്രമാണ്. ഈ സമൂഹങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് ഇപ്പോഴും നമുക്ക് രൂക്ഷമായിട്ടുള്ളത്. സുകുമാരൻ നായരുടെ അഭിപ്രായമല്ല വെള്ളാപ്പിളി നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ അഭിപ്രായമല്ല ബ്രാഹ്മണ സഭയ്ക്കുള്ളത്. ഇപ്പൊ ഞാനിത് പറഞ്ഞത്, ആചാരങ്ങൾ കാലോചിതമായിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനേ പറ്റില്ല. പഴയ കാലത്തെ ആചാരങ്ങളാണോ ജീവിതത്തിൽ? ഇപ്പോൾ ഇവിടെ ചുരിദാർ ഇടുന്ന കാര്യം പറയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അവിടെ ചുരിദാർ ഇടാൻ പാടില്ല, പക്ഷെ ആ ചുരിദാറിന്റെ പുറത്തൊരു മുണ്ടെടുത്തോണ്ട് ഈ പെൺകുട്ടികൾ കയറുന്നു. ചുരിദാർ അകത്ത് കിടക്കുകയാണ്. പാൻസിന്റെ പുറത്ത് മുണ്ടെടുത്തോണ്ട് ആൺകുട്ടികൾ കയറുന്നു. അപ്പൊ എന്താണ് അതിനകത്ത് ഉണ്ടാകുന്നത്? ശരി രാഹുൽ ഈശ്വർ, അതിനുള്ള മറുപടി താങ്കൾ എതിർത്തതാണല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ അനുവദിക്കുന്നതിനെതിരെ അതിന് മുകളിൽ മുണ്ട് ധരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. രാഹുൽ മറുപടി പറഞ്ഞ് കേട്ടിട്ട് പോവാം. രാഹുൽ പറഞ്ഞോളൂ. അതിന്റെ സാറേ ക്ഷമിക്കണം, എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് ഹജ്ജിന്റെ ഡ്രസ് കോഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഹജ്ജിന്റെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു മേൽമുണ്ട് ധരിക്കണം, റൈറ്റ് തോള് വെളിയിൽ കാണിക്കണം, താഴെ ഒരു മുണ്ട് ഉടുക്കണം, മറ്റൊരു വസ്ത്രം പോലും ഇടാൻ പാടില്ല. ഈ ഡ്രസ് കോഡ് അവരുടെ വിശ്വാസമാണ്. ഇത് ചോദ്യം ചെയ്യാൻ എനിക്ക് എന്താണ് റൈറ്റ്? എന്തുകൊണ്ടാണ് ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ ദൈവത്തിന് പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്? ഷർട്ട് ഇട്ടുകൊണ്ട് ഹജ്ജിന് പോയാലോ, ഷർട്ട് ഇട്ടുകൊണ്ട് ഇപ്പം ഗുരുവായൂർ പോയാലോ, ഷർട്ട് ഇട്ടുകൊണ്ട് ശ്രീനാഥ പോയാലോ ദൈവത്തിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. ഓരോ മതത്തിനും ഓരോ ഡ്രസ് കോഡും വിശ്വാസങ്ങളും അല്ലേ. നമ്മൾ എന്തിനാ ഇതിൽ കയറി ഇടപെടുന്നത്? ആ സമുദായത്തിൽ നിന്ന് തന്നെ അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അത് പരിഗണിക്കണമല്ലോ. അല്ല, അതുകൊണ്ടാണ് വന്നിട്ടുള്ളൂ, അല്ലാതെ മറ്റു മതത്തിൽ നിന്നല്ല ഈ പരിഷ്കാരം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്ന മഞ്ജുഷ വളരെ അറിയാലോ, ഞാൻ ഗാന്ധിയനാണ്, മതസൗഹാർദ്ദവാദിയാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ റൈറ്റ് ഷോൾഡർ കാണിക്കുന്നു, എന്തുകൊണ്ട് ലെഫ്റ്റ് ഷോൾഡർ കാണിക്കുന്നില്ല? ഇത് ചോദിക്കാനുള്ള റൈറ്റ് എനിക്കില്ല. അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? എബ്രഹാം നബി തുന്നാത്ത ഡ്രസ് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് അവരിങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ താങ്കൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട സാരമേ, ഇത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. രണ്ട് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദ സ്വാമി വന്ന് പറയുന്നത്, നിനക്കൊക്കെ ഭ്രാന്താണ്, നിന്റെ ജാതീയത നിന്റെ ഭ്രാന്താണ്, ഇത് മാറ്റണമെന്ന്. അപ്പം തെറ്റുകൾ മാറ്റാം, പക്ഷേ എല്ലാം മാറ്റണമെന്ന് പറയുന്നത് ശരിയാണോ? തെറ്റുകൾ മാറ്റിയാൽ പോരെ, ശരികൾ മാറ്റേണ്ട ആവശ്യം. ബൽദേവ് സച്ചിദാനന്ദൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ചുരിദാർ ധരിക്കാൻ പറ്റില്ല, പക്ഷെ അതിന് മുകളിൽ മുണ്ട് ഉടുത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന്. അതെങ്ങനെ മാച്ച് ചെയ്യുമെന്നുള്ളതാണ് അവിടത്തെ ഒരു ഡ്രസ് കോഡ് അല്ലേ. ഇപ്പൊ നമ്മൾ സിഖ് ക്ഷേത്രത്തിൽ ഞാൻ ദർഗകളിൽ പോകുന്ന ആളാണ്, മുസ്ലിം ദർഗകളിൽ, സൂഫി പള്ളികളിൽ പോകുന്ന ആളാണ്. അവിടെ പോകുമ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ കൈയിരിക്കുന്ന തൂവാലെടുത്തു തലേ കെട്ടാവുന്നു. നമ്മൾ സന്തോഷത്തോടെ കെട്ടും. ദൈവത്തിന് മുടി കണ്ടാ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടാണോ? ഓരോ സ്ഥലത്തും ഓരോ രീതികളല്ലേ, അതിനെ ബഹുമാനം. ഞാൻ പറയാം. പിന്നെ ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ അത് RV ബാബു അംഗീകരിക്കത്തില്ല. വിശ്വന്ത് പരിഷത്താർ ഇപ്പൊ ഒരു ചർച്ചയിൽ വേറെ ആൾ പറഞ്ഞത് അങ്ങനെ വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല എന്നാ. ഞാൻ പറഞ്ഞു, നമുക്ക് ആ ചർച്ച അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ കാലാകാലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. സ്ത്രീ ശൂദ്ര ധ്വജബന്ധന വേദാശ്രവണം മതം, ഇത് കുറെ വരികളുള്ള അതിന്റെ ആദ്യത്തെ വരി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശൂദ്രന്മാരും സ്ത്രീകളും മറ്റാൾക്കാരും മതം അല്ലെങ്കിൽ വേദങ്ങളോ പഠിക്കാനും കേൾക്കാനോ പാടില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മാറി മാറി വന്ന് എല്ലാ ജീവിത രീതികളിലും മാറി വരുന്നു. അപ്പൊ കാലോചിതമായിട്ട് നമ്മൾ പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ചയുണ്ടായി. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ ഒരു പ്രത്യേകതയുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഫാൾ ഓഫ് സെപ്പറേഷൻ. പണ്ട് പോപ്പ് ഓഫ് റോം ആയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണം മൊത്തം നിർവഹിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഡോക്ട്രിൻ ഓഫ് ഫാൾ ഓഫ് സെപ്പറേഷൻ, എന്താ മതവും രാഷ്ട്രീയവും രണ്ടായിട്ട് നിൽക്കണം. ഞാനും അതിനോട് പരിപൂർണമായിട്ട് യോജിക്കുകയാണ്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ കാര്യം നോക്കണം, മതം മതത്തിന്റെ കാര്യം നോക്കണം. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ, ഒരു സ്വാമികൾ പറഞ്ഞ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ,
അതിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണ്, ഞങ്ങൾ ഈശ്വര വിശ്വാസികളല്ല, അത് ഭൗതികമായ അതേക്കുറിച്ച് ചർച്ച നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഒരു അഭിപ്രായം പറയാനുള്ള സാധ്യത നമുക്ക് ആർക്കുമുണ്ട്? ജോൺ ബീട്ടൺ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ, ആര്യോപജറ്റിക്ക എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊമിസ്കസ് റീഡിംഗ് ഒരു വാക്കാണ്. നമ്മൾ നല്ലതും വായിക്കണം, ചീത്തയും വായിക്കണം, എങ്കിൽ മാത്രമേ നല്ലതും ചീത്തയും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം ഒരു പുസ്തകമാണ് ആര്യോപജറ്റിക്ക. അല്ല, മുഖ്യമന്ത്രി ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തിയതിനെ അല്ല എതിർപ്പായിട്ട് വന്നിട്ടുള്ളത്. അത് ആർ വി ബാബു അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒരു മതത്തിന്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം അഭിപ്രായം പറയുന്നതിനെ കുറിച്ചാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഹിന്ദു മതത്തെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹം അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്താണ് മുഖ്യമന്ത്രി ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു. അങ്ങനെ ഒരു കണ്ടസ്റ്റ് അദ്ദേഹം പറഞ്ഞു. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ അത് ശരിയാണെന്ന് പോളിറ്റ് ബ്യൂറോ ശരികരിച്ച് വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അത് മുസ്ലിങ്ങളെ മൊത്തത്തിലുള്ള ആക്ഷേപമൊന്നുമല്ലത്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനെ ഹിന്ദു വർഗീയവാദികൾ, അത് ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, ഭൂരിപക്ഷം വരുന്നൊരു ഹൈന്ദവ സ്നേഹമുള്ളവർ തന്നെ, അത് കുറെ ആൾക്കാർ അതിനെ എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയും CPM-മാരും ഒക്കെ ഹിന്ദുക്കൾക്ക് പരിപൂർണമായിട്ട് എതിരാണ്, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു കോണ്ടസ്റ്റാണ് ഞങ്ങൾ എതിർക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? സച്ചിദാനന്ദ സ്വാമികൾ ഷർട്ട് ഇടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ശ്രീ രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞു, ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാ? ശബരിമല ക്ഷേത്രം. അവിടെ നമുക്ക് വസ്ത്രം ധരിക്കാം. അവിടെ വസ്ത്രമല്ല, വരുന്നവർ എന്ത് വസ്ത്രമാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ പിള്ളേർ ബർബുഡായും അതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വന്ന് കയറുന്നു. അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇരുമുടിക്കെട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇട്ടുകൊണ്ട് അവിടെ പ്രവേശിക്കാതെ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ കയറാം. അപ്പൊ അതുകൊണ്ട് ആചാരങ്ങൾ നമുക്ക് കാലോചിതമായിട്ട് മാറ്റേണ്ടതാണ്. ആ ഒരു അഭിപ്രായമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും പലരും ചെന്നിട്ട് ക്ഷേത്രത്തിൽ കയറാൻ തിരിച്ചു പോകുന്നു. കാര്യം എന്താ? അവർക്ക് അവിടെ ചെല്ലുമ്പോൾ മുണ്ട് വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യം. ശരിയാ, നമ്മൾ സുവർണ്ണ ക്ഷേത്രത്തിൽ ചെന്നാൽ തലയിൽ ഒരു 10 രൂപ കൊടുക്കണം. 10 രൂപ കൊടുക്കുമ്പോൾ ഒരു തുണി ഇല്ലാതെ നമ്മൾ തലയിൽ കെട്ടിക്കൊണ്ട് അകത്ത് കയറാൻ പറ്റും. വർഷങ്ങളായിട്ടുള്ള സിഖ് മതസ്ഥരുടെ ഒരു ആചാരമാണത്. പിന്നെ ഹജ്ജിന് പോകുന്നതും അതൊക്കെ അവരെങ്ങനെ ആചാരമായിട്ട് തുടരുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് തന്നെ ആചാരത്തിനൊരു മാറ്റം ഉണ്ടാകണം എന്നൊരു മതശ്രേഷ്ഠൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, സംസാരിച്ച് അതിനകത്ത് വേണ്ടുന്ന മാറ്റം വരുത്തണം. അത് ഒരാൾ പറഞ്ഞത് കൊണ്ട് അതിനെ നമ്മൾ എതിർത്ത് കളയാനോ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ. ആർ വി ബാബു, ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല താങ്കൾ ഇതിനോട് അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരിദാർ ധരിച്ചിട്ട് അതിന് മുകളിൽ മുണ്ടെടുത്താൽ കയറാം, അതുപോലെ തന്നെ പാൻസ് ധരിച്ചിട്ട് അതിന് മുകളിൽ മുണ്ടെടുത്താൽ കയറാം. ഇങ്ങനെയുള്ള ആചാരങ്ങൾ എന്തിനാണ്? ആ വസ്ത്രാചാരങ്ങൾ മാറ്റേണ്ടതല്ലേ? അല്ല, അവിടെ ചുരിദാർ ധരിച്ച് കയറാൻ പാടില്ലെങ്കിൽ ചുരിദാർ ധരിച്ച് കയറാൻ പാടില്ല എന്നുള്ളതാണ് ശരി. അവിടെ പാൻറ് ഇട്ട് കയറാൻ പാടില്ലെങ്കിൽ പാൻറ് ഇട്ട് കയറാൻ പാടില്ല എന്നുള്ളതാണ് ശരി. മറിച്ച് പാൻറ് ഇട്ടത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു മുണ്ടെടുത്ത് അതിനെ മറയ്ക്കുന്നത് അത് ദേവനെ പറ്റിക്കലാണ്, അത് വിശ്വാസി സ്വയം വഞ്ചിക്കുകയാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. സംഘടന അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. വിശ്വാസി വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ പാൻറ് ധരിക്കാൻ പാടില്ല എന്നാണ് നിയമം എങ്കിൽ പാൻറ് ധരിച്ചാകാതെ പോകണം, മുണ്ടെടുത്ത് പോകണം. അല്ലെങ്കിൽ അവിടെ അനുവദിക്കപ്പെട്ടത് ഏതാണോ, മാന്യമായ ഏത് വേഷമാണോ അവിടെ അനുവദിക്കപ്പെട്ടത് അത് ധരിച്ചു പോകണം. ആ കാര്യത്തിൽ സംശയമില്ല. മറിച്ച് പത്മനാഭൻ ഇതൊന്നും കാണില്ല, മുണ്ടിൻ്റെ അടിയിൽ പാൻറ് ഉണ്ടെന്നുള്ളത് പത്മനാഭന് കാണാൻ പറ്റില്ല എന്ന ധാരണ വെച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ, അത് അപഹാസ്യമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നടന്നു വരുന്നുണ്ട്. അപ്പോൾ എതിർപ്പ് വരേണ്ടത് ഹിന്ദു സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പ് വരേണ്ടതാണല്ലോ. അല്ല, അതൊക്കെ അതാ പറഞ്ഞത്. അത് എതിർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പരിഷ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ്. അത് ഭരിക്കുന്നത് ആരാണെന്നേ? ഹിന്ദു സംഘടനകളാണോ അത് ഭരിക്കുന്നത്? ഭരിക്കുന്നത് ആരാണ്? അവരതിന് നേതൃത്വം കൊടുക്കട്ടെ, അവർ മുന്നോട്ട് വരട്ടെ. ഗുരുവായൂർ ദേവസ്വത്തിൽ മാറ്റം വരുത്തിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുന്നിട്ടിറങ്ങിയിട്ടാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ദേവഹിതം നോക്കാനും മറ്റൊക്കെ തയ്യാറായത്. അപ്പോൾ അനുമതി വന്നതാണ്, പക്ഷേ അതിനെ എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നല്ലോ. ഇവിടെ രാഹുൽ തന്നെ അക്കാര്യം പറഞ്ഞു. മഞ്ജുഷേ, അല്ല അത് രാഹുൽ എന്ന് പറഞ്ഞോട്ടെ. ഞാൻ 2 കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ ബൽദേവ് ഒരു പ്രഖ്യാപനം നടത്തി. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിന്ദു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, നായർ, ഈഴവൻ, പുലയൻ. ഇതാണ് പ്രശ്നം. ഹിന്ദു ഒരു സമൂഹമായിട്ടേ ഇവർ അംഗീകരിക്കില്ല. ഉടനെ തന്നെ അത് ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കും. ജാതി ചോദിക്കരുത്, ജാതി ചിന്തിക്കരുത്, ജാതി പറയരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞതിനെ ഗുരുദേവനെ ഉയർത്തി കാണിക്കും. എന്നിട്ട് ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കും. ഇതാണ് ഒരു തന്ത്രം. ആ തന്ത്രമാണ് ബലദേവ് ഇപ്പോൾ എടുത്തത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായി അതായത് ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുന്നതിന് എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്കറിയാം. കാരണം ഹിന്ദു സമൂഹം അവരുടെ പാർട്ടി അടിമകളായിട്ട് നിൽക്കണം.
പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പാർട്ടിയുടെ ചൂലും വാലുമായിട്ട് നിൽക്കാൻ ഹിന്ദു സമൂഹം വേണം. അതിനെന്ത് വേണം? ജാതിയുടെ പേരിൽ ഭിന്നിച്ച് നിൽക്കണം. ഇതൊരു കാര്യം. ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഇവർക്കൊന്നും വേദത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏത് വേദമാണ് വായിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഋഗ്വേദം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ മംഗളകരമായ വാക്ക് നിങ്ങൾ അത് ബ്രാഹ്മണന് പകർന്നു കൊടുക്കണം, ശൂദ്രന് പകർന്നു കൊടുക്കണം. ഏത് മംഗളകരമായ വാക്ക്? വേദം എന്ന വാക്ക്. വേദത്തിന് അധികാരം പഞ്ചമന്മാർക്ക് വരെ. അഗ്നി ഋഷി പാവമാന പഞ്ചാശ എന്നാണ്. അതായത് അഗ്നിക്ക് അധികാരം. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ബലദേവ, അഗ്നി എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. അഗ്നിമീളേ പുരോഹിതം. അഗ്നി, ആ പുരോഹിതന് അർഹനായിട്ടുള്ളത് ആരാണ്? പഞ്ചജനങ്ങളും. അതുകൊണ്ടാണ് എല്ലാവർക്കും വേദാധികാരം ഉണ്ടായതുകൊണ്ടാണ് ഐതിരേയ ബ്രാഹ്മണത്തിന്റെ കർത്താവായിട്ട് മഹീദാസൻ ഉണ്ടായത്. അതുകൊണ്ടാണ് വ്യാസൻ ഉണ്ടായത്, വ്യാസൻ മുക്കുവത്തിയുടെ മകനായത്. അതുകൊണ്ടാണ് പറച്ചിയുടെ മകനായ പരാശരൻ മഹർഷിയായത്. ഇതെല്ലാം അപ്പൊ നിങ്ങൾക്ക് സെലക്റ്റീവായി ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കും. സാധാരണ പറയില്ലേ, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥം അറിയുന്നു ദുർജനം, ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് കവി പാടിയ പോലെ നിങ്ങൾ ആ ചോര തന്നെയാണ് നോക്കുന്നത്. എങ്ങനെ വിഘടിപ്പിക്കാം, ജാതി പറഞ്ഞ് എങ്ങനെ വിഘടിപ്പിക്കാം ഹിന്ദു സമൂഹത്തെ. ഈ തന്ത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. ഇത് ഹിന്ദു സമൂഹം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പരിപ്പ് ഇനി കേരളത്തിൽ വേവാൻ പോകുന്നില്ല ബലദേവേ. നിങ്ങളുടെ ഈ വിഘടന പ്രവർത്തനം ഇത് ഇനി കേരളത്തിൽ വില പോവാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞു ഹിന്ദുക്കൾ പല ജാതി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിത് ചൂണ്ടിക്കാണിക്കാൻ ചെയ്യാറുണ്ടോ? ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലടിക്കുകയല്ലേ കേരളത്തിൽ? രണ്ട് വിഭാഗങ്ങൾ പള്ളിയുടെ പേരിൽ നടത്തുന്ന തമ്മിലടി എന്താണ്? ഇനി ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ സെമിത്തേരി പൊളിച്ച് ആ മൃതദേഹം എടുത്ത് പുറത്തിട്ട ചരിത്രമില്ലേ? ഇനി ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവ വിഭാഗത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ വിവാഹം നടക്കാൻ തയ്യാറുണ്ടോ? ലത്തീൻ കത്തോലിക്കരെ ഒരു കുടുംബത്തിൽ നിന്ന് റോമൻ കത്തോലിക്കര് വിവാഹം കഴിക്കുമോ? ഒന്ന് പറഞ്ഞേ ബലദേവ്. ഇത് ഇസ്ലാം മതത്തിലില്ലേ? ഇസ്ലാം മതത്തിനകത്ത് ഇത്തരം വേർതിരിവുകളില്ലേ, ഉൾപ്പിരിവുകളില്ലേ? ഇസ്ലാം മതത്തിലെ ഷിയയും സുന്നിയും തമ്മിലുള്ള സംഘർഷം ലോക സംഘർഷമായിട്ടല്ലേ നിലനിൽക്കുന്നത്? ഇതെന്തേ ചൂണ്ടിക്കാണിക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഇത് പറയാൻ മനസ്സില്ലാത്തത്? അപ്പൊ നിങ്ങളുടേത് ആസൂത്രിതമായി ഹൈന്ദവ സമൂഹത്തെ വിഘടിപ്പിക്കുക, ഛിന്ന ഭിന്നമാക്കുക. അതിനുവേണ്ടി സനാതനധർമ്മത്തെ നിങ്ങൾ ആക്രമിക്കും. എന്നിട്ട് പിണറായി വിജയൻ 15 വർഷം മുമ്പ് പറഞ്ഞ കാര്യം, ബിഷപ്പ് നികൃഷ്ട ജീവിയാണ്, അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് ആണ്, നബിയുടെ ബോഡി വേസ്റ്റ് ആണ് കോഴിക്കോട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണല്ലോ ഇതെല്ലാം. അന്ന് സെക്രട്ടറി ആയിരുന്നു. അതെ, അത് 15 വർഷം മുമ്പ്. ഇപ്പൊ എന്താണ് പാർട്ടിയുടെ നിലപാട്? ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ പറയുന്ന ശരീഅത്തിന്റെ, സ്ത്രീ സ്വത്താവകാശത്തിന്റെ, സ്ത്രീയുടെ തുല്യതയുടെ വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം എവിടെ കൊണ്ടുപോയി? കുടുംബശ്രീയിലെ സ്ത്രീകളുടെ സ്വത്താവകാശത്തിന്റെ പ്രതിജ്ഞ എവിടെ എന്തു സംഭവിച്ചു? അതിന് എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരണം? എത്ര ഉദാഹരണങ്ങൾ? അപ്പൊ ഇതെല്ലാം സെലക്റ്റീവായിട്ട് നിങ്ങൾ നടപ്പാക്കുകയാണ്. വോട്ട് ബാങ്ക് എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്തെ നിങ്ങൾ പ്രീണിപ്പിക്കുന്നു. ഇവിടെ സനാതനധർമ്മത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോ ആരാണ് മഞ്ജുഷയെ ആദ്യം സ്വാഗതം ചെയ്തത്? ആരാണ്? STPI. അപ്പോൾ പിണറായി വിജയന്റെ അടക്കമുള്ള CPM-ന്റെ അടക്കമുള്ള പ്രസ്താവന ആരെ സന്തോഷിപ്പിക്കാനാ? വയനാടിന്റെ പരിഹാരമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വയനാട്ടില് രാജീവ് ഗാന്ധി വിജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്, വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്നുള്ള പ്രസ്താവന, ആ ഡാമേജ് കൺട്രോൾ എക്സർസൈസ് ആണ് ശിവഗിരിയിൽ നടത്തിയത് മുഖ്യമന്ത്രി. ആ ഡാമേജ് കൺട്രോൾ കാരണം ഏത് സമുദായത്തിനാണോ ഇത് പറയുമ്പോൾ തൃപ്തിയാവുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്, ആ സമുദായത്തെ തൃപ്തിപ്പെടുത്തുക. ശരി, അത്തരത്തിലുള്ള ഒരു ആലോചിച്ചു വെച്ചുള്ള ഒരു നിലപാടാണോ മുഖ്യമന്ത്രി ശിവഗിരിയിൽ പറഞ്ഞത്? അത്രമാത്രം നമ്മൾ ആഴത്തിലേക്ക് കൊണ്ടുപോകണോ? മുഖ്യമന്ത്രി എഴുതിയിറക്കിയ പ്രസംഗമാണ് എഴുതിയിറക്കി കൊണ്ടുവന്ന പ്രസംഗ. കഴിഞ്ഞോ? അങ്ങനെ നിർത്തിയോ? ഇതിന്റെ അവസാനിച്ച് ഞാൻ പറയാം. ഒന്ന്, രാഹുൽ ഈശ്വർ പറഞ്ഞതിനോടുള്ള അഭിപ്രായ വ്യത്യാസം. എസെൻഷ്യൽ പ്രാക്ടീസസ് ഓരോ കാലത്തും ഓരോന്നാണ്. എസെൻഷ്യൽ ഒന്നുമല്ല. ഒരു കാലത്ത് 1900 ജാതി വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. 1936 വരെ കേരളത്തിൽ ഏത് ജാതിക്കാരാണ് ഈ പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിലോ മറ്റമ്പലങ്ങളിലോ, ശബരിമല വേറെ വ്യത്യാസമാണ്, ഗുരുവായൂർ അമ്പലത്തിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ കയറിയിരുന്നത് എനിക്കറിയില്ല. അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ ജാതി വ്യത്യാസം ഇവിടെ ഇല്ല എന്ന് ഉണ്ടായിരുന്നില്ല എന്ന് RV ബാബു വാദിക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യമില്ല. അത് ജാതി എന്ന് പറയുന്നത്
മതത്തേക്കാൾ കൂടുതൽ മനുഷ്യന്റെ ജീവിതത്തെ, സ്വത്തിനെ, ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. സാമൂഹികതയെ, സാംസ്കാരിക ഞാൻ പറഞ്ഞില്ലല്ലോ. അവസ്ഥയെ അല്ല, ഈ ബാധിച്ചൊരു വിഷയത്തെ കാര്യമാണ്. ജാതീയമായി അല്ല, ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം അങ്ങനെ നടക്കുന്നു പറയാം. എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്, പറഞ്ഞു. അതാണ് ആർവി ബാബു പറഞ്ഞത്. ആ ഒരു ഞാൻ ശ്രമം പറഞ്ഞു. ഞാൻ ഭരണതലത്തിൽ അതന്നെയാ നടക്കുന്നു എന്നാണ്. ജാതി അല്ലെന്നേ, ജാതി എന്നത് അവന്റെ അനുഭവ യാഥാർത്ഥ്യമായിട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടത്, മതത്തേക്കാൾ കൂടുതൽ. കാരണം അങ്ങനെയാണ് ഓരോ മനുഷ്യനും ഉണ്ടായിട്ടുള്ളത്. അത് ബ്രാഹ്മണനായാലും ദളിതനായാലും അവരുടെ ജാതി അവരുടെ അനുഭവമാണ്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ കാലമായി പ്രവർത്തിക്കുന്നത്. അത് ഒറ്റ രാത്രി കൊണ്ട് മാറില്ല. അതുകൊണ്ടാണ് ജാതി സംവരണം കൊണ്ടുവന്നതും ഒക്കെ ഉള്ള കാര്യം. ഞാനിപ്പോ അതൊക്കെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ജാതി ഒരു യാഥാർത്ഥ്യമായിരുന്നു, ഇന്നും ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോ ഹിന്ദു എന്ന് പറയുന്ന ആളുകൾ തന്നെ ജാട്ടിനെതിരായിട്ടും മറ്റവനെ ഇവനെതിരായിട്ടും യാദവിനെ മറ്റേ കുറുമിക്കെതിരായിട്ടും ഒക്കെ മത്സരിപ്പിച്ചിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ജയിക്കണേ. ഞാൻ അതിലേക്കല്ല പോണത്, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഇനി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, ഞാൻ എസെൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ അതാണ്. എസെൻഷ്യൽ പ്രാക്ടീസ് 1936 മുമ്പ് ദളിതൻ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരൻ അമ്പലത്തിൽ കയറരുത് എന്നത് എസെൻഷ്യൽ പ്രാക്ടീസ് ആയിരുന്നു. ആ എസെൻഷ്യൽ പ്രാക്ടീസ് മാറ്റി വലിയ മാറ്റമാണ് ഉണ്ടായത്. അന്ന് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എതിർപ്പുണ്ടായിരുന്നു. നേരത്തെ ചുരിദാർ ഇട്ടവരൊന്നും കയറണ്ടെന്ന് പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ക്ഷേത്രപ്രവേശനത്തെ എതിർത്ത് സംസാരിച്ച പിന്നോക്ക ജാതിക്കാരെ എനിക്കറിയാം, കാരണം അവരുടെ വിശ്വാസം അതാണ്. അപ്പൊ അത് ആ കണക്ക് നമുക്ക് വേണ്ട. രണ്ടാമത്തെ വിഷയം, ഇപ്പൊ ജാതിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി വ്യാവഹാരിക സത്യവും. നീലകണ്ഠൻ സാറേ, ക്ഷേത്രപ്രവേശന പ്രമേയത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചതാരാ? നമുക്കറിയാലോ. അതൊക്കെ സംഭവമാണ്, ശരിയാണ്. ആ ക്ഷേത്രപ്രവേശനം എന്തിനാ ആവശ്യമായിരുന്നു? ബാബു സാർ, എന്തിനാണ് ക്ഷേത്രപ്രവേശനം ആവശ്യമായി വന്നത്? വിവേചനമില്ലായെങ്കിൽ ക്ഷേത്രപ്രവേശനം എന്തിനു കൊണ്ടുവന്നു? ഞാൻ പറഞ്ഞത് ആർക്കും അമ്പലത്തിൽ പൂജ നീലകണ്ഠൻ സാറിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങളിലും ഈ ജാതി എന്നുള്ളത് ഉണ്ടായിരുന്നു. നായരെ 16 അടി അകലത്തിൽ നിർത്തിയപ്പോഴ്, നായരെ ഈഴവനെ നിർത്തിയപ്പോഴ്, ഈഴവൻ പുലയനെ നിർത്തി. ജാതി ഒരു ഞാൻ അതാ പറഞ്ഞേ, ജാതി ഒരു അനുഭവ സത്യമാണ്. ജാതി അനുഭവ സത്യമായതുകൊണ്ട് തീർച്ചയായും മതത്തേക്കാൾ കൂടുതൽ ജാതിയോട് മനുഷ്യന്റെ ജീവിതം അടുത്തിരിക്കുന്നു. അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ യാത്ര, അവന്റെ എന്താ പറയാ ഒരു സാമൂഹ്യ പദവി, ഇതൊക്കെ ജാതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഡോക്ടർ അംബേദ്കർ വളരെ കൃത്യമായി പറഞ്ഞത്. നമ്മളതിലേക്ക് പോകുന്നത്, ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ജാതി വ്യത്യാസം ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഒരു നവോത്ഥാനത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. നവോത്ഥാനം ഇവിടെ വന്നത് ആ വ്യത്യാസം ഉള്ളതുകൊണ്ടെങ്കിൽ. മറ്റു മതങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ പറയാം, മറ്റു മതങ്ങളിൽ പലതിലും ഇപ്പോ ലാറ്റിൻ കാത്തലിക്കിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായും ജാതി അതിലൊരു ഘടകം തന്നെയാണ്. ലാറ്റിൻ കാത്തലിക്കിനെ ബാധിച്ചത് ജാതി തന്നെയാണ്. ആരാണ് ലാറ്റിൻ കാത്തലിക് ആയത്? ആരാണ് CAC ആയത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആരാണ് റോമൻ കാത്തലിക് ആയത്? ആരാണ് യാക്കോബൈറ്റ് ആയത്? ഇതൊക്കെ ജാതിയുടെ ഫലനം മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഇന്ത്യയിലുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ദളിത് ക്രിസ്ത്യാനിയെ മറ്റേ ക്രിസ്ത്യാനി കല്യാണം കഴിക്കില്ല. കാരണം എന്താ വെച്ചാൽ കൺവെർട്ടഡ് ക്രൈസ്റ്റാണ്. നിങ്ങൾ കൺവെർട്ടഡ് ആണ്, ഞങ്ങൾ ഒറിജിനൽ നമ്പൂരി മതം മാറിയതാണെന്ന് പറയുന്ന ആളുകൾ ഇന്നും എന്റെ നാട്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യങ്ങളാണ്, അല്ലാന്ന് പറയേണ്ട. ജാതി അവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെ വേർതിരിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീ ആർവി ബാബു ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഹിന്ദു സമുദായത്തിനുള്ളിലെ ജാതീയമായ വേർതിരിവുകൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. പക്ഷെ ആ ചർച്ച വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നല്ലേ ഉള്ളൂ, അതല്ലാതെ ഏത് സമയത്തും അതേ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ. ഒരൊറ്റ കാര്യം, ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രി ഇതിന് ഇടപെട്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വ്യാവഹാരിക ജീവിതത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിന്റെയോ ആത്മീയതയുടെയോ ആളല്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് അന്തിമമായി. ഇപ്പൊ നേരത്തെ ആർവി ബാബു പറഞ്ഞു മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട, ദേവസ്വം ബോർഡ് തീരുമാനിക്കാൻ. അപ്പൊ അതിന് മറുപടി ഞാൻ പറയണ്ട. അതിന് മറുപടി നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിച്ച അവിടെ എന്താ ഉണ്ടാവുക? അത് തീരുമാനിച്ചാലും അത് സമ്മതിക്കില്ല എന്നാണല്ലോ. രാഹുൽ ഒരു തീരുമാനം ദേവസ്വം ബോർഡുകൾ എടുത്താൽ, അല്ലല്ല, ഇതിൽ ആചാരങ്ങളിൽ മാറ്റം വരുത്തട്ടെ, വസ്ത്രാചാരങ്ങൾ മാറട്ടെ, ഷർട്ടിട്ട് കയറാൻ അനുവദിക്കാം, ചുരിദാർ ഇടാൻ അനുവാദമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ചുരിദാർ ഇട്ട് കയറ്റാൻ അനുവദിക്കാം എന്നുള്ള തീരുമാനം എടുത്താൽ അതിനെ അംഗീകരിക്കുമോ നിങ്ങൾ? അല്ല മഞ്ജുഷി, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബൽദേവ് സാർ പറഞ്ഞതും ശ്രീ ആർവി ബാബു സാർ പറഞ്ഞതും അല്ലെങ്കിൽ ശ്രീ ആർ നീലകണ്ഠൻജി പറഞ്ഞതും ജാതീയത ഒരു യാഥാർത്ഥ്യമായിരുന്നു.
പക്ഷേ ഈ ജാതീയതയെ അതിജീവിക്കാൻ കൂടി വേണ്ടിയല്ലേ നമ്മുടെ രാഷ്ട്രപിതാവും ഹിന്ദു ആക്ടിവിസ്റ്റുമായ മഹാത്മാഗാന്ധി പൂനെയിലെ ഏർവാദ ജയിലിൽ അദ്ദേഹം ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മരണം വരെ സത്യാഗ്രഹം കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന റിസർവേഷനും പൂന പാക്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ജാതി ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ ഉച്ചനീചത്വങ്ങൾ വേണ്ടാന്നും ഇതിനൊരു ഹാർമണി ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആൾക്കാർ, മഹാത്മാഗാന്ധിയുടെ ആശീർവാദവും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹത്തോടു കൂടിയാണ് മന്നത്താചാര്യൻ സവർണജാഥ നടത്തുന്നത്. ആ സവർണജാഥ ആർക്ക് വേണ്ടിയാണ്? ചരിത്രത്തിൽ നമുക്കുണ്ടായിരുന്ന ജാതീയത എന്ന ഉച്ചനീചത്വം എന്ന തെറ്റില്ലാതാക്കാനും എല്ലാവരെയും സമന്മാരായി കൊണ്ടുവരാനും, എന്നാൽ അതോടൊപ്പം ജാതി സ്വത്വങ്ങൾ, സമുദായ സ്വത്വങ്ങൾ കാണും, നായരും ഈഴവനും കാണും, അല്ലെങ്കിൽ ബാക്കി വിഭാഗങ്ങൾ കാണും. പക്ഷേ വിശാലർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാവണമെന്ന് ഒരു വശത്തും, മറുവശത്ത് അതേപോലെ മതസൗഹാർദ്ദവും ഇതര സഹോദര സമുദായങ്ങളോടുള്ള സ്നേഹവും, മതം ഏതായാലും മനുഷ്യൻ നന്നാ മതി എന്നുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും, ഈ ഒരു ബാലൻസ് ആണല്ലോ നമ്മൾ കൊണ്ടുവന്നത്. RSSും ഹിന്ദു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാധവ്ജി എത്രയോ കാലം മുമ്പ് പാലിയം വിളംബരം കൊണ്ടിരുന്നു. CPM ആണല്ലോ യദുവിനെ പൂജാരിയാക്കിയത്. വളരെ നല്ല കാര്യമാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ബ്രാഹ്മണ്യ ആർജിത ശാന്തി. അപ്പൊ അവിടെ ഈ ഹിന്ദു സമൂഹത്തെ തെരഞ്ഞു പിടിച്ച് സെലക്റ്റീവായി വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതികരണം വരും. ഇനി ഒറ്റ കാര്യമേ ഇതിൽ പോസിബിൾ ഉള്ളൂ. ആരാണ് അമ്പലത്തിനുള്ളിലെ കാര്യം തീരുമാനിക്കേണ്ടത്? ആരാണ് പള്ളിക്കുള്ളിലെ കാര്യം തീരുമാനിക്കേണ്ടത്? അത് വിശ്വാസികളല്ലേ. ആർട്ടിക്കിൾ 25ഉം 26ഉം നമുക്ക് മൗലികമായ അവകാശങ്ങൾ തരുന്നില്ലേ? ഇനി നേരത്തെ ചൂരിദാറിന്റെ കാര്യം പറഞ്ഞു, രാഹുൽ ഈശ്വറിനെ വിടുക. ഞാനൊരു സാധാരണക്കാരനാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ ചൂരിദാറിന്റെ തീരുമാനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നിലപാടെടുക്കുകയും വിശ്വാസികളോടൊപ്പം നിൽക്കുകയും ചൂരിദാർ ഇട്ടുകയുണ്ടെന്ന് കേരള ഹൈക്കോടതി എന്ന നിലപാടെടുത്തു. എന്തുകൊണ്ടാണ്? നമുക്കാർക്കും ചൂരിദാറിനോട് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ വൈഫ് ചൂരിദാർ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഇതിന്റെ പിന്നിൽ വ്യാവഹാരിക തലത്തിൽ മറ്റു പല പവർ പ്ലേസും വടംവലികളും നടക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ചൂരിദാർ ഇട്ട് കയറേണ്ടെന്നുള്ളതാണ്. എന്താ അവർക്ക് ചൂരിദാറിനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അല്ല. അപ്പൊ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമവായമില്ലാതെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് നീളേണ്ട സാർ ഒരു കാര്യം പറഞ്ഞു. സാർ ഓർക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ ഒരു കാലത്തും ജാതീയത ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശബരിമലയിൽ നൂറ്റാണ്ടുകളിൽ എല്ലാ ജാതികളെയും എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിരുന്നു. എന്നാൽ വേറെ ചില അമ്പലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ശരികളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റിനെ തിരുത്തുകയും വിശ്വാസികളെ കൂടെ നിർത്തുകയല്ലേ വേണ്ടത്. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ അങ്ങനെ ഒരു സമീപനമല്ലേ എടുത്തത്. ഈ ലോകാരാധനായ മഹാത്മാഗാന്ധി ഇന്ത്യൻ ചെന്ന് തന്നെ കാണാൻ വരുന്നെങ്കിൽ താൻ അങ്ങോട്ട് ചെന്ന് സമവായ ചർച്ച നടത്താമെന്ന് പറയുന്ന ഒരു മനോഭാവം വേണ്ടേ? അല്ലാതെ ഞാൻ ഇരുന്ന് തീരുമാനിക്കും നിങ്ങളെല്ലാം അനുസരിച്ചോളണം ഒരു സമീപനം മുഖ്യമന്ത്രി. ആരാണ് തീരുമാനം എടുക്കേണ്ടത്? ഇപ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് തീരുമാനം വിശ്വാസികളാണ് സാർ. തീരുമാനം പള്ളിയിലെ ഒരൊറ്റ വരി. ക്രിസ്ത്യൻ പള്ളിയിലെ തീരുമാനം ആരെടുക്കണം? പള്ളിയിലെ അച്ഛനും വിശ്വാസികളും കൂടെ എടുക്കണം. മുസ്ലിം പള്ളിയിലെ തീരുമാനം ആരെടുക്കണം? മൗലവിയും നമ്മുടെ മുസ്ലിം സൗഹൃദങ്ങളും എടുക്കണം. തീരുമാനം ആരെടുക്കണം? പൂജാരിയും ദേവസ്വം ബോർഡും വിശ്വാസികളും. ശരി, ക്രിസ്ത്യൻ പള്ളിയുടെ തീരുമാനം അവർക്കെടുക്കാം, മുസ്ലിം പള്ളിയുടെ തീരുമാനം അവർക്കെടുക്കാം. കാര്യം CPMന്റെ പാർട്ടി ഓഫീസിൽ നൽകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രി തീരുമാനിച്ചില്ലല്ലോ. ഇടപെടണ്ട. അല്ലാതെ ഇടപെടാൻ അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ രാഹുലിന് അറിയായിരിക്കും വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയെ ഇളക്കി അതിനെ പിന്താങ്ങിയ ഒരാളാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ വിമോചന ദൈവശാസ്ത്രം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ ഉയർന്നു വന്ന ഒരു റെവല്യൂഷണറി ആയ ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോ കേരളത്തിൽ തന്നെ നിരവധി പുരോഹിതന്മാരും നിരോഹിത പണ്ഡിതന്മാരും അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ പിന്താങ്ങുന്നുള്ളതുകൊണ്ട് ഞാൻ ക്രിസ്ത്യവാദത്തിന് എതിരാണെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പോപ്പ് അംഗീകരിക്കുന്നില്ല. ആത്യന്തികമായി ലിബറേഷൻ തിയോളജി വത്തിക്കാനും പോപ്പും അംഗീകരിക്കുന്നില്ല. അല്ല, വത്തിക്കാൻ അംഗീകരിക്കുമല്ലോ എന്നുള്ളതല്ല. വത്തിക്കാൻ അംഗീകരിക്കാത്ത പള്ളികൾ ലോകത്ത് ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ വത്തിക്കാൻ അംഗീകരിക്കുന്നില്ലല്ലോ. അത് നമ്മൾ അങ്ങനെ പറയണ്ട. പ്രൊട്ടസ്റ്റാന്റുകൾ ഉണ്ടല്ലോ. അതല്ല ഞാൻ ചോദിച്ച ചോദ്യം. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു വാദം വന്നാൽ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ നിന്ന് അങ്ങനെ വന്നൊരു വാദം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നല്ലെങ്കിൽ, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഈ പിണറായി വിജയനെ ഒരു കാലത്ത് പിന്തുണയ്ക്കുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പരിവർത്തനവാദം ഏതെങ്കിലും മതത്തിൽ, ഇവിടെ സച്ചിദാനന്ദ സ്വാമിയാ പറഞ്ഞേ, ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സച്ചിദാനന്ദ സ്വാമി നീലകണ്ഠൻ സാറേ അല്ലല്ല നീലകണ്ഠൻ സാറേ മുന്നോട്ട് പോലെ ഒറ്റ ചോദ്യം. താങ്കൾ പറഞ്ഞ ഇവിടെ ക്രൈസ്തവ പുരോഹിതന്മാരിലെ കന്യാസ്ത്രീകൾക്ക് കുർബാന ഏറ്റുവാങ്ങാനുള്ള അവകാശം വേണമെന്ന് കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടല്ലോ. ഏത് മുഖ്യമന്ത്രിയാ പിന്തുണച്ചത്? ഏത് രാഷ്ട്രീയ നേതാവ് പിന്തുണച്ച് രംഗത്ത് വന്നേ? അല്ല, അത്തരത്തിലുള്ള കന്യാസ്ത്രീകൾ പിന്നെ പുറത്തു പോകേണ്ടി
കന്യാസ്ത്രീ സമരത്തെ ആരാ പൂർണ്ണമായി പിന്തുണച്ചു ആളുകളാണ് ഞങ്ങളൊക്കെ. ആരും പിന്തുണച്ചു വന്നു? ഒരു ഒരാളും ബിഷപ്പിനെ പിന്തുണച്ചില്ല. എറണാകുളത്ത് ഒരാളും പിന്തുണച്ചില്ല. ബിഷപ്പിന്റെ അഴിമതിക്കെതിരെ അച്ഛന്മാർ ഒരാളും പിന്തുണച്ചില്ല. അല്ലല്ല, അത് പിന്തുണക്കില്ല എന്നില്ല. ഞാൻ പിന്തുണച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാം. അല്ല, ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ആളുകൾ, അല്ല ഈ ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ പിന്തുണയ്ക്കുന്ന ആളുകൾ അഭിപ്രായം പിന്തുണച്ചിട്ടുണ്ടോ പറയാം. എന്നുള്ള ചോദ്യമാണ് വന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്നാവരുത് ഈ തീരുമാനമെടുക്കലൊക്കെ, അതാണ് രാഹുൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ലല്ലോ. പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹിന്ദു സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സന്യാസിയുടെ അഭിപ്രായം പറയുമ്പോൾ, ആ അഭിപ്രായത്തിനോട് യോജിച്ചൊരു അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞു. അല്ലാതെ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഏതെങ്കിലും അമ്പലങ്ങളിലെ ഭരണസമിതിയെ കുറിച്ചോ പൂജകളെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശബരിമല കാര്യം പറഞ്ഞു. ശബരിമല കാര്യത്തിൽ എന്തോ നിലപാടെടുത്തത്? സുപ്രീം കോടതി വിധി വന്നു, ആ വിധിക്ക് അനുസൃതമായിട്ട് നിന്നു. ജനഹിതമെതിരായപ്പോൾ ആ വിധി തൽക്കാലം നിർത്തിവെച്ചു. വിധി ഇപ്പോഴും സുപ്രീം കോടതി വിധി കിടക്കുന്നത് സ്ത്രീകളെ കയറ്റാമെന്ന വിധി കിടക്കുകയാണ്. 65 അപ്പീല് അവിടെ കിടപ്പുണ്ട്, പലരായിട്ട് കൊടുത്ത കേസ്. അപ്പൊ ഇത് നമുക്കിവിടെ എന്താ കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും അതിൽ രാഹുൽ ഈശ്വർ തുടക്കത്തിൽ തന്നെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. അത് ഒരു വർഷവും സൂചിപ്പിച്ചു. അതുവരെ കയറ്റാൻ ഒരു അനുവദിക്കില്ല കാര്യം ഞാൻ എന്നല്ലേ? മാത്രമല്ല, സുധാകരൻ സാർ നിലപാട് മാറ്റി, പത്മകുമാർ സാർ നിലപാട് മാറ്റി. ഇപ്പോഴും ബൽദേവ് സാറിനോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, സാറേ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ വിധി കൊണ്ടുവന്നത്, അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നുമല്ല. പോണ വഴിക്ക് മുസ്ലിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് ഇട്ട് പണി കൊടുക്കാന്ന് ഈ ദീപക് മിശ്രാജി വിചാരിച്ചതാണ്. അല്ല, അത് വന്നത് സുപ്രീം കോടതിയുടെ 7 അംഗ ഭൂരിപക്ഷത്തോട് അത് വിധിയാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഇവിടെ രാഹുൽ ഈശ്വറിന്റെ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞോട് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. അത് നമുക്ക് ഒരുപക്ഷെ ഞാനോ രാഹുൽ അന്ന് ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കത്തില്ല. സ്ത്രീകൾ മാത്രം കയറുന്ന ക്ഷേത്രമായിട്ട് ശബരിമല മാറിയേക്കാം. അത് കാലത്തിലുണ്ടാകുന്ന മാറ്റമാണ്. നമുക്കൊന്നും നാളുകളെ കുറിച്ചൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ വേദങ്ങളും കാര്യങ്ങളും ഒക്കെ അനുശാസിച്ചു വരുമ്പോൾ ഈ 4 വേദങ്ങളിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത് RBG ബാബു പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഋഗ്വേദത്തിനകത്ത് വാക്യങ്ങളെ കുറിച്ചോ, യജുർവേദം എന്ന് പറയുമ്പോൾ യാഗത്തെക്കുറിച്ചും സാമവേദം മന്ത്രങ്ങളെ കുറിച്ചും, അഥർവ വേദത്തിലാണ് അദ്ദേഹം പറഞ്ഞ അഗ്നിപുരോഹിതൻ എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ഓരോ തലങ്ങളുണ്ട്. പിന്നെ ഇതിനെയൊക്കെ നമ്മളൊക്കെ വിമർശിച്ച് പല കാര്യങ്ങളും ചാതുർവർണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വിമർശിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ജഗദ്ഗുരു ആദിശങ്കരന്റെ അദ്വൈതത്തെ കുറിച്ച് നമ്മൾ പറയുന്നു. അദ്വൈതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. ശബരിമലയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസ്തി, ദൈവം ഞാനാകുന്നു, അത് നീയാകുന്നു, എന്നിൽ തന്നെ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ പോകേണ്ട. അത് രവീന്ദ്രനാഥ ടാഗോർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 4 കെട്ടിനകത്ത് ദൈവത്തിനെ കാണാൻ പറ്റത്തില്ലെന്ന് ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞോളൂ. ഒന്ന് കേൾക്കൂ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അദ്വൈതം ഒരു വലിയ മട്ടുപ്പാവാണ്. ആ മട്ടുപ്പാവിലേക്ക് എത്തണമെങ്കിൽ ആ പൊസിഷനിലേക്ക്, ആ സ്റ്റാറ്റസിലേക്ക് എത്താൻ ഒരുപാട് ചവിട്ടുപടികളുണ്ട്. സർവ്വസാധാരണക്കാരൻ ഓരോ പടിയും ചവിട്ടി അവിടേക്ക് എത്തും. പക്ഷേ നമ്മളിപ്പോൾ താഴെയുള്ള പടിയിലാണ്. അവിടെ ദ്വൈത ഭാവനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അമ്പലം വേണം, ഈശ്വരൻ വേണം, നമുക്ക് ഒപ്പം തന്നെ നമ്മൾ അദ്വൈതത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് ജീവിതം. ഇതിങ്ങനെ ഓരോ പടിയായിട്ട് കയറും. അങ്ങനെ കയറി എത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ, അങ്ങനെ കയറി എത്തിയ ആളാണ് ചട്ടമ്പിസ്വാമികൾ, അങ്ങനെ കയറിയ ആളാണ് ശങ്കരാചാര്യര്, അങ്ങനെ കയറി എത്തിയ ആളാണ് രാമകൃഷ്ണ പരമഹംസര്. അവരൊക്കെ എല്ലാത്തിനെയും സമാനമായി കാണും. അവിടെ ജാതിയില്ല, മതമില്ല, ലിംഗഭേദമില്ല, വർണ്ണ വ്യത്യാസമില്ല, ഒന്നുമില്ല. ആ പൊസിഷനിലെത്തണം. ബലദേവ് സാറേ, നമുക്ക് ഒരുമിച്ച് നടക്കാം അങ്ങോട്ടേക്ക്. താങ്കൾ കമ്മ്യൂണിസം വിട്ട് വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പോയിന്റ് പേരിലെ ചോദ്യം ഇതായിരുന്നു: ക്ഷേത്ര വസ്ത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ശരിയോ? ശരിയാണെന്ന് 39% പ്രേക്ഷകർ, അല്ല എന്ന് 54%. പോയിന്റ് പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.